എലപ്പുള്ളി സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ പങ്കെടുക്കാതെ പ്രതിപക്ഷം മന്ത്രി എം പി രാജേഷ് ആയിരുന്നു പങ്കെടുക്കുന്നു എന്നതൊക്കെയാണ് സാധാരണ വാർത്ത. പങ്കെടുക്കാത്ത പ്രതിപക്ഷം എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഒരു പ്രത്യേകത. എം പി രാജേഷ് ആയിരുന്നു, മന്ത്രിയായിരുന്നു സംവാദത്തിന് പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചത്. എന്നാൽ സംവാദത്തിന് ആളെ വിടാമെന്നാണ് ചെന്നിത്തല പറഞ്ഞത്. ഈ വിഷയം ആദ്യം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. അത് കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവ് അത് ഏറ്റെടുക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് സ്വാഭാവികമായിട്ടും അവരാണല്ലോ മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ അവരാണല്ലോ ആ സംവാദത്തിൽ പങ്കെടുക്കേണ്ടത്. പകരം ആളെ വിടാമെന്നാണ് പക്ഷെ അവരുടെ മറുപടി. വടക്കൻ വീരഗാഥയൊക്കെ ഇപ്പോൾ റീ റിലീസ് ചെയ്ത സമയമാണല്ലോ, അതിൻ്റെ ഒരു പ്രധാന മാറ്റമാണല്ലോ. അതായത് രണ്ട് നാട്ടുരാജാക്കന്മാർ തമ്മിൽ, പ്രമാണിമാർ തമ്മിലുള്ള തർക്കം തീർക്കാനായിട്ട് ചേകവന്മാരെ അങ്കത്തട്ടിലിറക്കി തല്ലിക്കുക എന്നുള്ളതാണ് അംഗം എന്ന് പറയുന്ന പോലെ. അതായത് സംവാദം നടക്കുമ്പോൾ ആരോപണം ഉന്നയിച്ചവർ തമ്മിലല്ലേ. അപ്പോൾ മന്ത്രിക്ക് പകരം മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല പോകേണ്ടത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും പകരം അവരുടെ ആഫീസിലെ ആരെങ്കിലും വിടുകയല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് എം പി രാജേഷിൻ്റെ ക്ലാസ് മറുപടി മാമാങ്കമല്ല സാർ നടക്കുന്നത്, സംവാദമാണ് എന്ന് പറയുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞു പകരം ആളെ വിടാം എന്നാണ്. ഏതായാലും സച്ചിൻ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് അല്ലേ? സച്ചിൻ, അപ്പോൾ രമേശ് ചെന്നിത്തല ആരെയാണ് വിടുന്നത്? അംഗം എവിടെ വെച്ചാണ്? ശരത്, ശരത്, കഴിഞ്ഞ ദിവസമായിരുന്നു മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും അതേപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സംവാദത്തിന് വെല്ലുവിളിച്ചത്. എലപ്പുള്ളിയിൽ വരാൻ പോകുന്ന സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവാദത്തിനായിരുന്നു മന്ത്രി എം പി രാജേഷ് ഇരുവരെയും ക്ഷണിച്ചത്. എന്നാൽ ആ സംവാദത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു നിലപാടാണ് മുൻ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം മറുപടിയായി മന്ത്രിക്ക് നൽകിയിട്ടുള്ളത് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനുമായിട്ട് മന്ത്രി എം പി രാജേഷ് സംവാദം നടത്തൂ എന്നൊരു വിചിത്രമായ മറുപടിയാണ് മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ളത്. കാരണം മന്ത്രി എം പി രാജേഷ് തുടക്കത്തിൽ തന്നെ ഇരുവരെയും വെല്ലുവിളിക്കാനുള്ള ഒരു കാരണമായി പറഞ്ഞിട്ടുള്ളത് ഈ സ്പിരിറ്റ് നിർമ്മാണശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ ആരോപണം ഉയർത്തിയത് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയാണ്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് വി ഡി സതീശനും ആരോപണവുമായി വരുന്നത്. കാരണം നമുക്കറിയാം കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ഒരു സംശയം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. കാരണം ഇരുവരും നിലവിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും തമ്മിൽ അതിനുള്ള ഒരു മത്സരവും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു കാര്യമാണ് അന്ന് തന്നെ തുടക്കത്തിൽ തന്നെ LDF നേതാക്കളൊക്കെ ഉന്നയിച്ചത്. കാരണം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് എലപ്പുള്ളിയിൽ സ്പിരിറ്റ് നിർമ്മാണശാല വരുമ്പോൾ അതിനെ ഒരു വിവാദത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷത്തുള്ള ഇരു നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണം അന്ന് തന്നെ ഉന്നയിച്ചിരുന്നു. അത് തന്നെയാണ് ഓരോ ആരോപണങ്ങളും പൊളിഞ്ഞു വീഴുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ ജനങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഈ എലപ്പുള്ളി പ്രദേശത്ത് ജലദൗർലഭ്യം ഉണ്ടാകും, ജലചൂഷണം ഉണ്ടാകും എന്ന വലിയ രീതിയിലുള്ള ഒരു ആരോപണമാണ് ഇരു നേതാക്കളും ഉന്നയിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം മന്ത്രി എം പി രാജേഷ് തന്നെ എലപ്പുള്ളിയിലെ അഹല്യ ക്യാമ്പസിൽ ജലസംഭരണികൾ സന്ദർശിച്ചുകൊണ്ട് ആ സന്ദർശനത്തിലും പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ തിങ്കളാഴ്ച ഇരുവരും ഈ സന്ദർശനത്തിൽ പോലും പങ്കാളികളായില്ല. നേരത്തെ ശരത്തും അന്നയും പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി കേരളം ഒന്നാമത് നിൽക്കുമ്പോൾ അതിന് തുരങ്കം വെക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത്. ശരത്ത് അന്ന, ശരി. ഏതായാലും ഈ കളിയിലും അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു ലീഡ് നില നോക്കിയാൽ അത് മന്ത്രിയാണ് ബഹുദൂരം ലീഡ് ചെയ്യുന്നതെന്ന് പറയാതെ വയ്യ. കാരണം ഇക്കാര്യത്തിലൊരു സംവാദമാകാം, നമുക്ക് പരസ്പരം സംസാരിക്കാം, ആളുകൾ നിശ്ചയിക്കട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റ്, ആർക്കാണ് പിശകിയത്. പക്ഷേ അതിന് വരുന്നില്ല. പക്ഷേ അവർക്ക് രണ്ടുപേർ കൂടെ വേണേൽ ഒരു കാര്യം പറയാമായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നോട്ടെ എന്ന് ചോദിക്കാമായിരുന്നു. ഞാനും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒന്നിച്ചു വന്ന് മന്ത്രിയോട് സംസാരിക്കാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ മന്ത്രി അവർ തമ്മിൽ അതിലൊരു ധാരണ എത്താൻ പറ്റുന്ന ഒരു സൗഹൃദാന്തരീക്ഷം അവർക്കിടയിൽ ഉണ്ടാവില്ലേ?